ജവാസു സിറാത്തി ബിൽ അഫ്വി വദുഖൂലുൽ ജന്നതി ബിർറഹ്മതി വതഖ്സീമുൽ മനാസിലി ബിഅഅമാലികും. സിറാത്ത് പാലം കിടക്കണമെങ്കിൽ അള്ളാഹിന്റെ മാപ്പ് കിട്ടണം. സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടണം. അവിടുത്തെ വീടുകൾ നിങ്ങൾ അമലുകൾക്കനുസരിച്ചായിരിക്കും. അപ്പൊ നമ്മളിപ്പോ അമൽ ചെയ്യണം എന്തിനാ? വലിയ കൊട്ടാരം കിട്ടാൻ, സ്വർഗത്തിൽ കിടക്കാനോ, റഹ്മത്ത് കിട്ടണം. വാഹിദക്കും അമലി, അമലുകൊണ്ട് ഒരാളും സ്വർഗത്തിൽ കിടക്കൂല. പറഞ്ഞ് മനസ്സിലായി കുട്ടികളെ? ഒത്തിരി വട്ടം ഞങ്ങൾക്ക് ഈ ഹദീസ് പറഞ്ഞു നിൽക്കണം. ഒക്കെ ഞാൻ കണ്ട ഹദീസാ. കാണാത്തൊരു വാക്ക് പറയില്ല ഇൻഷാ അല്ലാഹ്. കാണാത്തൊരു വാക്ക് ഒരാൾ എവിടെയോ പറഞ്ഞ് ഞാൻ പറയില്ല ഇൻഷാ അല്ലാഹ്. എൻ്റെ റബ്ബിൻ്റെ ഫضലുണ്ട് കണ്ടതേ പറയും. കിതാബ് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, എന്നാൽ കണ്ടതേ പറയും. കാണാത്തൊരു ഹദീസ് പറയില്ല. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. മഹാന്മാരെ എഴുതിയ എനിക്ക് മഹാന്മാരെ എഴുതിയാൽ മതി, മഹാന്മാരെ കിതാബിൽ എഴുതിയാൽ മതി. പിന്നെ അപ്പുറം ഞാൻ നോക്കൂല. ഒരു കഥ എഴുതാൻ അള്ളാഹു തൗഫീഖ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അത്രേ ഉള്ളൂ. അപ്പം 3 കാര്യം. ജവാസു സിറാത്തി ബിൽ അഫ്വി. നിങ്ങൾ സിറാത്ത് പാലം കിടക്കൽ എന്തുകൊണ്ടാണ്? അപ്പം നിങ്ങൾ അള്ളാഹിനോട് എന്നും ചോദിക്കാം. 365 ദിവസം അഫ്വ് ചോദിക്കാം. 10 ദിവസം പ്രധാനം. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫ്വിനി. അപ്പം എന്നും ചോദിക്കണം. വദുഖൂലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ കിടക്കലും നിങ്ങൾ അമൽ കൊണ്ടല്ല, പിന്നെ ബിർറഹ്മതി, അള്ളാഹിന്റെ റഹ്മത്ത് കൊണ്ടാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. തഖ്സീമുൽ മനാസിലി, അവിടെ കൊട്ടാരം അള്ളാഹു വീതം വെച്ചു കൊടുക്കും. അത് ഇച്ചെടുത്തോ, ഇതെടുത്തോ, ഇത് മറ്റെടുത്തോ. മലക്കൾ ഇങ്ങനെ പറയും, അത് ഞാനാണ്, അത് അവറാൻ കുട്ടിക്കാണ്, ഇത് കുഞ്ഞാലിക്കാണ്, ഇത് മറ്റോനാണ്, ഇത് മറിച്ചോനാണ്, അങ്ങനെ പറയും. ഇത് മറ്റേ റഹ്മത്തുള്ളാക്കാണ്. അള്ളാഹു അങ്ങനെയൊക്കെ തൗഫീഖ് തരട്ടെ. വലിപ്പത്തരം പറയാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ എത്താൻ ചണ്ടികളിൽ ചണ്ടികളായ എന്നെപ്പോലത്തെ ആളുകൾ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് തരട്ടെ. ചണ്ടികളായ ദുനിയാവിലെ ചണ്ടികളായ, ദുനിയാവിൻ്റെ അടിമകളും ചണ്ടികളുമായ നമുക്കൊക്കെ എന്നെപ്പോലത്തെ ആളുകൾക്കും എല്ലാവർക്കും അള്ളാഹു തല തൗഫീഖ് തരട്ടെ. അള്ളാഹിൻ്റെ റഹ്മത്തോട് സ്വർഗത്തിൽ കിടക്കാൻ തൗഫീഖ് തരട്ടെ. തഖ്സീമുൽ മനാസിലി, അവിടെ കൊട്ടാരം ഓരി വക്കൽ ബിഅഅമാലിക്കും. എന്തുകൊണ്ടായിരിക്കും? അറേ നിങ്ങൾ അമലുണ്ടായിരിക്കും. ഇതിനുള്ളിൽ കടന്നിട്ടല്ലേ. ഏതായാലും വാടപ്പേരി പറക്കേണ്ടി വരില്ല. സ്വർഗത്തിൽ കടന്നു എന്നേ ഉള്ളൂ, പക്ഷെ വാടപ്പേരയാണ്, അങ്ങനെ ഉണ്ടാവില്ല. സ്വർഗത്തിൽ കടത്തും, പക്ഷേ റെയിൽവേൻ്റെ പുറമ്പോക്കിൽ ഞാൻ പ്ലാസ്റ്റിക് വെച്ചിട്ടിയതാണ്, അങ്ങനെ ഉണ്ടാവില്ല. സൗത്തിൻ ഫിൽ ജന്ന ഖൈറുൻ മിനദ് ദുനിയ വമാ ഫീഹാ. സ്വർഗത്തിൽ ഒരാൾക്കൊരു കുതിരയെ കിട്ടി. ആ കുതിരയെ അടിക്കാൻ ചാട്ടുവാറ് കിട്ടിയാൽ ആ ചാട്ടുവാറ് വെക്കുന്നതൊരു കൊട്ടാരത്തിലായിരിക്കും. ആ കൊട്ടാരത്തിൽ പോലത്തെ ഒരു കൊട്ടാരം ദുനിയാവിൽ ഖിയാമത്ത് നാൾ വരെ ഒരു രാജാവ് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. എന്ത് വെക്കണ്? കുതിരനെ തെളിക്കണേ ചാട്ടുവാറ്. അതാണ് സ്വർഗം. അപ്പൊ പിന്നെ ബാക്കി എന്ത് പറയണം? അള്ളാഹു തരട്ടെ, അള്ളാഹു തരട്ടെ. ഒക്കെ കിട്ടും, പേടിക്കണ്ട. അള്ളാഹു റഹ്മത്ത് ഒരിക്കലും. മരിക്കുമ്പോൾ ഈമാൻ കിട്ടാൻ എന്താ ഉണ്ട്? ഒറ്റമൂലി പറഞ്ഞുതരാം. മരിക്കുമ്പോൾ ഈമാൻ കിട്ടാൻ എന്താണ്? നിസ്കരിക്കുക. മരിക്കുമ്പോൾ ഈമാൻ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? മരിക്കുമ്പോൾ ഈമാൻ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? മരിക്കുമ്പോൾ ഈമാൻ കിട്ടാൻ ചെയ്യേണ്ടത് കരയാ. മിൻ ഖശിയത്തില്ല, അള്ളാഹിനെ ഓർത്ത് കരയാ, അള്ളാഹിനെ പേടിച്ച് കരയാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. കണ്ണീരിനൊരു വിലയുണ്ട്, അല്ലാഹു തൗഫീഖ് തരട്ടെ. കരയാ, ഒറ്റക്കിരുന്ന് കരയാ. അല്ലാഹ് ഈമാൻ കിട്ടി മരിക്കും. അമ്മലൊക്കെ നമ്മൾ പേക്കാക്കുക. എവിടേക്ക്? കൊട്ടാരം വലിയ കിട്ടാൻ. അല്ലാതെ അമ്മലുണ്ടൊന്നും രക്ഷപ്പെടില്ല, ഒരിക്കലും രക്ഷപ്പെടില്ല. പൂവിന് നല്ല ചൊറുക്കുണ്ട്, പക്ഷെ മുരട് വേണമല്ലോ. മുരടില്ലെങ്കിൽ പൂ ഉണ്ടാവില്ലല്ലോ. മുരടെന്താ? അഫു. അള്ളാഹിനെ സ്നേഹിക്കുക. സ്നേഹത്തിൽ പേടി. ഏറ്റവും പേടി സ്നേഹമുള്ളവനിരിക്കും. ഒരാൾക്ക് ബാപ്പാനെ തല്ല് പേടിയാ, ഒരാൾക്ക് ബാപ്പാനെ പേടിയാ. ഏറ്റവും വലിയ പേടി ബാപ്പാനെ പേടിയുള്ളവനായിരിക്കും. തല്ല് ഒരു വട്ടം കിട്ടി, 2 വട്ടം കിട്ടിയാൽ 3 വട്ടം കിട്ടിയാൽ
സിറ്റിംഗ് ആയി. നല്ലൊരു 3-4 വട്ടം കിട്ടിയ പിന്നെ എത്രയേ ഉള്ളൂ എന്ന് വന്ന് പിന്നെ പേടിണ്ടാവില്ല. അതേസമയം ബാപ്പാനെ പേടി. എങ്ങനെ ബാപ്പാനെ പേടി? ബാപ്പ നമ്മളെ ഒഴിവാക്കുമെന്ന് പേടി. ഈ ഒഴിവാക്കുന്ന പേടി എന്തെന്നുണ്ടാണ്? 235 ക്ലാസ് കഴിഞ്ഞു. നരകത്തിനെ പറ്റിയൊരു ക്ലാസ് ഇവിടെ പറഞ്ഞിട്ടില്ല. നരകം സത്യമല്ലേ? സത്യമാണ്. പിന്നെന്താ പറയട്ടെ? അള്ളാഹുവിനെ സ്നേഹിച്ച് പേടിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ മേലെ ഞാൻ ഒന്നും ഉണ്ടാവില്ല. പിന്നെ അപ്പം നരകം നമ്മളെ അങ്ങോട്ട് പേടിക്കും. ഒരുത്തരം പിടിച്ചാൽ കരുത്തനെ പിടിക്കണമെന്ന് എൻ്റെ വാപ്പാനെ മതേപ്പ. എടാ, ഒരുത്തരം പിടിച്ചാൽ കരുത്തനെ പിടിക്കണം. അള്ളാഹിനെ സ്നേഹിക്കുക ഭയങ്കര ഇഷ്ടമാണ്. ആരെ? അതെങ്ങനെയാണത്? അള്ളാഹിന്റെ നിഅമത്തിനെ ആലോചിക്കുക. എല്ലാം എൻ്റെ കുട്ടികളെ കാണുമ്പോൾ അള്ളാഹിനെ ആലോചിക്കുക. ഈ കുട്ടികളെ എനിക്ക് തന്നത് ആരാ? റബ്ബല്ലേ. എന്നെ ഭാര്യയുടെ മുഖം കാണുമ്പോൾ റബ്ബിനെ ആലോചിക്കുക. ഒരു ഭക്ഷണം കാണുമ്പോൾ അള്ളാഹിനെ ആലോചിക്കുക. മുഅ്മിനീങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടല്ല അൽഹംദുലില്ലാഹ് എന്നറിയാം. ഭക്ഷണം കാണുമ്പോൾ ഞാൻ ഈ ക്ലാസ്സിൽ ഇക്കൊല്ലങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു പീടികയിൽ അരിച്ചാക്കി വെച്ചത് കണ്ടാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ചൊല്ലണം. എന്തുകൊണ്ട്? അരി ഉണ്ടല്ലോ. അരി വാങ്ങാൻ എനിക്ക് പൈസ ഉണ്ടായില്ലെങ്കിലും ഏതെങ്കിലും കാലത്ത് പൈസ ഉണ്ടായാൽ വാങ്ങണമെങ്കിൽ അരി ഇവിടെ വേണമല്ലോ. നിങ്ങൾ ഈ കൊല്ലത്ത് ഒരു കാര്യം ആലോചിക്കുക. നിങ്ങൾ ഈ റമദാൻ മാസത്തിലുള്ള വത്തക്കനെ പറ്റി ആലോചിക്കുക. എത്രയാണോ വത്തക്ക ഇറങ്ങുന്നത്? ഇതൊക്കെ ഇവിടുന്ന ആരും വത്തക്ക ഉണ്ടാക്കണമില്ല. നമ്മളാരെങ്കിലും വത്തക്ക ഉണ്ടാക്കണം പറയും മനുഷ്യന്മാരെ. ഇവിടുന്ന് അത് വരുന്നത് വൈകുന്നേരം ആകുമ്പോഴത്തിന് വത്തക്ക ഫ്ലൈറ്റ് നിറച്ച്. അപ്പോൾ ഒരു അങ്ങാടിയിൽ വത്തക്ക കൂട്ടുന്നത് കണ്ടാൽ എൻ്റെ റബ്ബ് ഇപ്പോഴും വത്തക്ക പടക്കണുണ്ടല്ലോ അൽഹംദുലില്ലാഹി. ആര് തിന്നാലും ആരോ തിന്നാലോ. മനുഷ്യൻ തിന്നില്ലെങ്കിൽ മൃഗം തിന്നാലോ, കന്നാ കൊടുക്കുമല്ലോ, ഏറ്റവും സന്തോഷം ഉണ്ടാവുമല്ലോ. തിന്നും 99% മനുഷ്യൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ചെല്ലണം, അത് വേറെ. മുഅ്മിനീങ്ങൾ ഭക്ഷണ സാധനം പീടി കണ്ടാൽ നമ്മളൊന്നും വാങ്ങണില്ല, എന്നാലും അൽഹംദുലില്ലാഹ്. ചില അങ്ങാടി കൂടെയൊക്കെ പോകുമ്പോൾ ഓറഞ്ച് മല പോലെ ഓറഞ്ച് കൂട്ടിയതാണ്. എന്താ പറയണ്ട്? പറ അൽഹംദുലില്ലാഹി. അല്ലാ, ആപ്പിള് ഇന്നലെ രാത്രി തിന്ന ആപ്പിള് സ്പെയിനിൽ നിന്ന് വന്നതാണ് ആയിരിക്കും. സ്പെയിനി എന്ന നാട് നീയും കണ്ടിട്ടില്ല, എൻ്റെ ബാപ്പയും കണ്ടില്ല, എൻ്റെ വലിയപ്പയും കണ്ടിട്ടില്ല. വല്യാപ്പാൻ്റെ ബാപ്പ ഏതായാലും കണ്ടില്ല. ആപ്പിൾ കൊടുത്തത് 160 ഉറുപ്പ്യാണ്. എന്നാലും അത് ഇവിടെ വേണമല്ലോ. 160 ഉറുപ്പ്യ തിന്നാൽ ക്യാൻസർ ഉണ്ടാവും. 160 ഉറുപ്പ്യ ചുരുക്കി കുത്തി തൊള്ളിയിലിട്ടാൽ ഒരുപാട് ക്യാൻസർ രോഗികൾ ഉപയോഗിച്ച നോട്ടേക്കാരം. അപ്പം അതിൻ്റെ ബാക്ടീരിയ വൈറസിൻ്റെ ഉള്ളിൽ കയറി ക്യാൻസർ ഉണ്ടാവും. 160 ഉറുപ്പ്യ തിന്നിട്ട് എന്താ കാര്യം? ഇവിടെ എന്ത് വേണം? ആപ്പിൾ വേണ്ടേ? അമേരിക്കനാണ് ചെറിയ ആപ്പിള്. ഒന്നോ വന്നത് ഗുവാട്ടിമാലയിൽ നിന്നാണ്, ഒന്നോ സ്പെയിനിൽ നിന്നാണ്, ഒന്നോ ഗ്രീസിൽ നിന്നാണ്. ഇതൊക്കെ ഇവിടെ എൻ്റെ ഇപ്പുറത്തുള്ള മുഹമ്മദിൻ്റെ പീടിയിലെത്തി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വലോക രക്ഷിതാവായതുകൊണ്ടാണ് സർവ്വലോകത്തും എനിക്ക് എത്തിച്ചത്. എന്താ പറഞ്ഞോയോ? അവിടെ എന്ത് പറയേണ്ടി വരും? അൽഹംദുലില്ലാഹി പറഞ്ഞാൽ മതിയാവില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. സർവ്വലോകത്തും ബന്ധമുള്ള ഒരാള്. ഇപ്പൊ മുഖ്യമന്ത്രിയോട് നമ്മളൊരു കാര്യം പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കൊരു അഡ്മിഷൻ വേണം അമേരിക്കയിൽ, അപ്പൊ എന്താ മുഖ്യമന്ത്രി പറയാ? നമ്മൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞു എൻ്റെ കുട്ടിക്കൊരു അഡ്മിഷൻ വേണം, എൻ്റെ കുട്ടിക്ക് കോളേജിൽ അഡ്മിഷൻ വേണം, അമേരിക്കയിൽ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ, ലണ്ടനിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ, അല്ലെങ്കിൽ ഓക്സ്ഫോർഡിൽ എൻ്റെ കുട്ടിക്കൊരു അഡ്മിഷൻ വേണം എന്ന് പറഞ്ഞാൽ നമ്മളെ മുഖ്യമന്ത്രി എന്താ പറയാ? ഇത് നടക്കണം വല്ല വർത്താനം ഉണ്ടെങ്കിൽ പറയാം. നമ്മളെ വലിയ രോഗിയാണ്. തിരുവനന്തപുരം മുതൽ മഞ്ചേശ്വരത്തിൻ്റെ ഇടയിലുള്ള യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ പറഞ്ഞോ, അവിടെ എനിക്ക് അധികാരമുണ്ട്, അവിടെ ഞാൻ വിളിച്ചറിഞ്ഞാൽ കിട്ടും. അമേരിക്കയിലൊക്കെ ഞാൻ വിളിച്ചറിഞ്ഞ ഒരു കാര്യമല്ല. അപ്പോൾ അമേരിക്കയിൽ ആപ്പിൾ ഇവിടെ എത്താൻ കാരണം എന്താ?
മുഖ്യമന്ത്രി പറഞ്ഞിട്ടല്ല, റബ്ബുൽ ആലമീൻ പറഞ്ഞിട്ടാണ്. മോനോട് അധികാരമില്ല. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? റബ്ബുൽ ആലമീൻ അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി പറയാം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇതൊക്കെ ശ്രദ്ധിക്കുക, റബ്ബിനെ സ്നേഹിക്കുക. ഒറ്റമൂല്യ ഈമാൻ കിട്ടാൻ എന്തായാലും കണ്ണീര്. എന്തിനാ കണ്ണീര്? റബ്ബിനെ ഒഴിവാക്കുന്ന കണ്ണീര്. ജിന്നെ ഏറ്റെടുത്തിട്ടില്ലല്ലോ, ജിന്നൊന്ന് ഏറ്റെടുക്കുക. കണ്ണീര് നരകല്ല, നരകം നിന്നേക്കാൾ താഴെയല്ലേ മുഅ്മിനാണെങ്കിൽ. നരകം നിന്നേക്കാൾ താഴെയല്ലേ. കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ അടുത്ത് കൂടെ കാറിന് ജീപ്പിന് പോവുകയാണ് ചേച്ചി. എനിക്ക് എന്താ പണി? മതിലിൻ്റെ കല്ലിൻ്റെ ചൊറുക്ക് വെക്കുക. കുറ്റവാളിയെ കൊണ്ടുപോവുകയാണെങ്കിൽ ഓൻ്റെ പണി എന്താ? ഓന് കടക്ക് കിടക്കാൻ തുടങ്ങി. ആദ്യം തന്നെ ഒരു ചവിട്ടുറപ്പാണ്. പിന്നെ ഒരു 14 കൊല്ലത്തിനുള്ളിൽ കിടക്കേണ്ടി വരും. ഓൻ പറക്കണം, ഇഞ്ചി പറക്കണം. എന്തിനാ? കുറ്റവാളിയല്ലേ? കുറ്റവാളിയല്ലേ? ആണ്. ഞാൻ റബ്ബിനും ജീവനും വലിയ ബന്ധത്തിലല്ലേ? കുറ്റവാളി തന്നെ. തെറ്റ് നമ്മൾ ചെയ്യുമല്ലോ. തെറ്റില്ലേ? തെറ്റ് നമ്മൾ ചെയ്യൂലേ? അല്ല തീരുമാനിച്ചു പോവുക. തെറ്റ് നമ്മൾ ചെയ്യൂലേ? നമുക്ക് തെറ്റ് ചെയ്യണ പണിയും അള്ളാഹ്ക്ക് പുറത്തുതരുന്ന പണിയാണ്. അന്ന് മുതൽ തെറ്റ് ചെയ്യാനല്ല പറയണത്. നമ്മൾ എത്ര മഹാനാണെങ്കിലും തെറ്റ് മനുഷ്യനിൽ സ്വാഭാവികമായും ഒന്ന് പോകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പം പുറത്തരും. നമ്മൾ ബന്ധാണ്. ഇവൻ്റെ രക്ഷ അള്ളാഹിനെ സ്നേഹിക്കുക. അപ്പേടി പെണ്ണുങ്ങളെ പേടിയാണ്, പോലീസുകാരനെയും പേടിയാണ്. രണ്ട് സൈസ് പേടിയാണ്. പോലീസുകാരനെ പേടി പോലീസുകാരൻ വരുമെന്നാണ്. പെണ്ണുങ്ങളെ പേടി ഓള് പോകുമെന്നാണ്. ആളല്ലേ എന്തെങ്കിലും ഒരു അന്തണ്ടെങ്കിൽ ആലോചിക്ക്. വിരുദ്ധ പേടി, രണ്ട് പേടിയാ. രണ്ടിനെന്താ പറയാ? പേടി, ബഹുമാനപ്പെട്ട പേടി. പോലീസുകാരെ പേടി എന്താ? ഇടി. ഒരു ഇടിയില്ലേ ഇപ്പൊ നാട്ടിൽ പണി നടക്കണേ? പറയും മനുഷ്യന്മാരെ, ഇടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ദേശം തീർക്കണ്ടാവില്ല. പിന്നെ ഇടിയായിരിക്കും. ഇടിനെ പേടിയാ, പെണ്ണുങ്ങളെയും പേടിയാണ്. എന്റെ ഇടിനെ പേടിയല്ല, ഇടി വരുമോന്ന് പേടി. പെണ്ണുങ്ങളെ പേടി അങ്ങനെ ഓള് പോകുമെന്ന് പേടി. അള്ളാഹിനെ പേടി ഓൻ നമ്മളെ ഒഴിവാക്കുമെന്ന് പേടി. തന്നെ എന്തേ നമുക്ക് അത്ര ഇഷ്ടമാണ് അള്ളാഹിനെ. അള്ളാഹ് നമ്മൾ ഒഴിവാക്കാൻ നമ്മൾ കുടുങ്ങി. നരകത്തിന് അന്തിന് ചങ്ങായിമാരെ. നരകം മോശമല്ലേ? ആണ്. പേടിക്കണം. അള്ളാഹ് പറഞ്ഞോട്ട് പേടിക്കണം. അള്ളാഹു തആല നരകത്തിനോട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അത് പറയാം. റബ്ബ് പറഞ്ഞിട്ടുണ്ട്, മുത്തനബി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അള്ളാഹു തആല വലിയ അറപ്പാണ്. ഒരാള് ഞങ്ങൾക്ക് തമാശന്റെ ഹദീസ് പറഞ്ഞു തരട്ടെ. പറയും, നോമ്പോച്ച് കുഴങ്ങിയ നേരല്ലേ, ഞങ്ങൾക്കൊരു തമാശന്റെ ഹദീസ് പറഞ്ഞു തരട്ടെ. ഞങ്ങൾക്കൊരു തമാശയുടെ ഹദീസ് പറഞ്ഞു തരട്ടെ. ഉറക്കെ പറയും. ഒരാള് ഒരു ഗ്രാമീണനായ അറബി നബിയുടെ അരികിൽ വന്നു. എന്നിട്ട് നബിയോട് ചോദിച്ചു, നബിയെ എന്തേ അല്ലാഹു യുഹാസിബുനാ ബിനഫ്സി, അല്ലാഹു തആല നേരിട്ട് തന്നെയാണോ നമ്മളോട് ചോദ്യം ചോദിക്കുക, അതോ മലക്കിനെ ഏൽപ്പിക്കലായിരിക്കോ? അപ്പൊ അല്ലാഹു യുഹാസിബുനാ ബിനഫ്സി, അല്ലാഹു നേരിട്ട് തന്നെ ചോദിക്കുക. അപ്പൊ ഇയാളാട് ചിരിച്ച് പേരും ചിരി. അതിൽ പേടിക്കണ്ടല്ലോ. അള്ളാഹ് എന്നെ വിചാരണ ചെയ്യുന്ന പേടിയല്ലേ വേണ്ടേ? ഇയാളാട് ചിരിച്ച് പേരും പേരും ചിരിച്ച്. അപ്പുറം ജിന്നോട് വന്നാണ് എന്ത് ചോദിക്കുക. ഞാനതിന് മറുപടി അറിയാം. പിന്നെ ഈ പേരും ചിരി എന്ത് പരിപാടിയാ? എങ്ങനെ ചിരിക്കുന്നത്? ഇതാ യുഹാസിബുനാ ബിനഫ്സി ഫലാ ഉബാലി. അന്ന് നേരിട്ടാണെങ്കിൽ എനിക്ക് പേടിയില്ല, മലക്കിനെ ഏൽപ്പിക്കണമെങ്കിൽ എനിക്ക് പേടിയാ. എൻ്റെ ഇന്നൽ കരീമ യഅഫു, മാന്യന്മാർ മാപ്പാക്കും. വലിയ മാന്യനല്ലേ, പിന്നെന്തൊരു ബേജാറാണ്? ഭയങ്കര വർത്താനല്ലേ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല. മാന്യന്മാരെ ശിക്ഷിക്കൂല, മാന്യന്മാര് വേറെ മാപ്പാക്കും. എനിക്ക് പേടിപ്പോൾ അള്ള വേറെ ആരെങ്കിലും ഏൽപ്പിക്കുമെന്നാ അത് തീരുമാനിച്ചില്ല, അത് ഏൽപ്പിക്കൂല. അള്ള നേരിട്ട് വിചാരം ചെയ്യാം. എനിക്ക് പേടിയില്ല നബിയെ, ഇന്നൽ കരീമ യഅഫു, മാന്യമായി മാപ്പാക്കും.
അള്ള മാന്യനുമല്ല. ഇഖ്റ വറബ്ബുക്കൽ അക്രം, ഏറ്റവും വലിയ മാന്യനാണ്. അപ്പൊ ആ മനുഷ്യന്റെ സന്തോഷം, ഇഷ്ടം ആര്? അള്ളാന്. അള്ളാഹ് അത്രയും വലിയ ആളാണ്, എൻ്റെ റബ്ബാണ്. അത് എനിക്ക് പ്രശ്നമില്ല, എൻ്റെ റബ്ബാണ്, എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ ഈ പ്രശ്നമില്ല. നീ നരകത്തിലിട്ടാൽ ഞങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. കാരണം എൻ്റെ റബ്ബല്ലേ. അള്ളാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ചിന്തിക്കും. അപ്പോൾ നോക്ക്, നിങ്ങൾ തന്നെ ചിന്തിക്കും. അപ്പോൾ എൻ്റെ ഈ റബ്ബിനെ സ്നേഹിക്കുക. റബ്ബിൻ്റെ അടിമകളാണ് ഇവരൊക്കെ. റബ്ബിൻ്റെ മുർസലീങ്ങൾക്ക് ഫത്യുല്ല. അവരൊക്കെ ഹക്കുണ്ട്. ഈ ദിവസം അള്ളാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ദുആയിലേക്ക് പ്രവേശിക്കാണ്. ഇന്ന് വലിയ വേളൊന്നുമില്ല, തന്നെ വേണം. ربي جل الله ما في قلبي غير الله على النبي صلى الله إلا الله حسبي ربي جل الله على النبي صلى الله لا إله إلا الله حسبي ربي جل الله 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 ഒരാൾക്ക് കള്ളുടിക്കാൻ ഭയങ്കര വിഷമം. കള്ളുടിക്കൂല. എന്തുകൊണ്ട്? നരകത്തിനെ പിടിച്ചല്ല, അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടാവില്ല. എന്നാ വേണ്ട. അങ്ങനെ ആലോചിക്കും. നരകം ആലോചിക്കണ്ട, അങ്ങനെ ആലോചിക്കും. നരകം ആലോചിച്ചുള്ള പ്രശ്നം എന്താണെന്നറിയോ? റമദാൻ അവസാനിക്കുന്നതോടുകൂടെ പിന്നെ ഒരു കുപ്പിയെങ്കിലും വാങ്ങേണ്ടി വരും. എന്തുകൊണ്ട്? കുടിച്ച കള്ളൊക്കെ അള്ളാഹു തആല പറയും. മനുഷ്യന്മാരെ റമദാൻ അവസാനമായപ്പോഴത്തേന് പുറത്തു കൊടുത്ത്. ഇനിയിപ്പോൾ കള്ളിൻ്റെ ലിസ്റ്റിൽ ഒന്നുമില്ല, ബ്ലാങ്കാ. അപ്പം ഇനി ഒരു കുപ്പി വാങ്ങാം. നരകത്തിനെ ഭയപ്പെട്ടാൽ മുമ്പിന് അങ്ങനെ ഇനി പരിധി ഉണ്ടാവും. അള്ളാഹിനെ ഭയപ്പെട്ടാൽ പരിധി ഉണ്ടാവില്ല. വ്യഭിചാരം അത് വേണ്ട, ഞാൻ വ്യഭിചരിക്കൂല. എൻ്റെ റബ്ബിനെ ഇഷ്ടമുണ്ടാവില്ല. ഞാൻ സാധുക്കളെ ദ്രോഹിക്കൂല, എൻ്റെ റബ്ബിനെ ഇഷ്ടമുണ്ടാവില്ല. അയൽവാസിനോട് മിണ്ടാൻ നടക്കൂല, അതിൻ്റെ റബ്ബിന് ഇഷ്ടമുണ്ടാവില്ല. അല്ലെങ്കിൽ ഓനക്ക് നടക്കേണ്ട അപ്പുറം എനിക്ക് ഇവിടെ നടക്കും. പിന്നെ തന്നെ ഓനോട് ഉണ്ടാവും ആവശ്യം. അങ്ങനെ പറയല്ലേ? പറഞ്ഞു വേണ്ടത്. അത് പള്ളി പ്രസിഡന്റ് സെക്രട്ടറിയോടൊക്കെ ഓൻ പറഞ്ഞേക്കാം, ഞാൻ പറഞ്ഞേക്കും. പിന്നെ ഓനോട് കൊണ്ടേണ്ട ആവശ്യമുണ്ട? മൗലിയർ പറഞ്ഞു, നിങ്ങൾ മുണ്ടിക്കളി, അത് നടക്കൂല ഉസ്താദേ, അതൊന്നും നടക്കൂല. മൗലിയർ പിന്നെ വല്ലാതോട്ട് പറയില്ല. കാരണം മൗലിയർക്ക് ഞാൻ തമ്മിൽ വലിയ വേറെ ബന്ധമാണ്. അതേ സമയത്ത് അയൽവാസി തെറ്റ് ചെയ്താലും ഓനോട് നമ്മൾ അങ്ങോട്ട് എത്തൂല. എന്തുകൊണ്ട്? അയൽവാസിയോട് പണങ്ങല് പറയാം. അങ്ങനെ ആലോചിക്കുക. അങ്ങനെ അയൽവാസിയോട് പണങ്ങുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടാവില്ല. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊന്നും ഞാൻ ചെയ്യില്ല. നരക ഇത് വേറെ ഓർത്താനും എനിക്കത് വിഷയം തന്നെ ഇല്ല. അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടാവില്ല. നരകം അള്ളാഹ് മാപ്പ് ചെയ്താൽ കഴിഞ്ഞില്ല. പക്ഷേ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. പിന്നെ ഇഷ്ടമില്ലെങ്കിൽ മാപ്പ് ചെയ്താലും ഒരു കമ്മിയുടെ ഒന്നല്ലോ. പിന്നെ നമ്മൾ വിളക്കി ചേർത്താലും ഒരു കമ്മി ഒന്നല്ലോ. അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? പൊട്ടി, ചെയ്സ് പൊട്ടി, പിന്നെ വിളക്കി ചേർത്തു, വെൽഡ് ചെയ്തു, എന്നാലും നമ്മൾ വണ്ടി കൊണ്ടുപോകുമ്പോൾ പേടിയുണ്ടാവും. എന്തുകൊണ്ട്? മുമ്പൊരിക്കൽ പൊട്ടിയതാണ്. പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരു വണ്ടിൻ്റെ എന്തോ ഒരു ചെയ്സ് പൊട്ടിയിട്ട് പിന്നെ നമ്മൾ വെൽഡ് ചെയ്തൊക്കെ ക്ലിയറാണ്. അപ്പം നമ്മൾ വലിയ പേരും കുഴിയിൽ ആണ്ട് ചാടിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക? അങ്ങനെ ചാടിക്കല്ലേ അങ്ങായേ എന്തേ ഇത് പൊട്ടിയാണ്. പിന്നെ ഒരിക്കൽ വെൽഡ് ചെയ്താണ്. അത് നമ്മൾ ഒഴിവാക്കിയിട്ട് പിന്നെ മാപ്പ് ചെയ്താലും ഒരു മോശം ഉണ്ട് അവിടെ. എന്ത്? ഇനിയില്ല. എന്തുകൊണ്ട്? ചെറിയ കമ്മികളൊന്നും ഞാൻ ഒന്നും ചെയ്യൂല, ഞാൻ വിചാരിക്കൂല, ഞങ്ങൾ എടുക്കൂല. എന്തുകൊണ്ട്? എൻ്റെ റബ്ബിന് ഇഷ്ടമുണ്ടാവില്ല. ഓനാണ് ഇന്ന് രാവിലെ ഭക്ഷണം തന്നത്, ഞാൻ ഇഷ്ടമില്ലാത്ത ഞാൻ ചെയ്യില്ല. അങ്ങനെ ആലോചിച്ചോക്കാം. അങ്ങനെയാണ് ആലോചിച്ചേക്കാം. അതാണ് യഥാർത്ഥം. അല്ലേ? അതല്ലേ പറയും. അല്ലേ പറയും കുട്ടികളെ. അതല്ലേ വലിപ്പത്തര, അതല്ലേ വലിയത്. എൻ്റെ റബ്ബിനെ ഇഷ്ടമുണ്ടാവില്ല.
ഞാൻ തോന്നിയാസം ചെയ്യൂല, എനിക്ക് റബ്ബിന് ഇഷ്ടമുണ്ടാവില്ല. ഞാൻ എൻ്റെ ബാപ്പാനോട് മോശമായി പെരുമാറൂല, എൻ്റെ റബ്ബിന് ഇഷ്ടമുണ്ടാവില്ല. എൻ്റെ അമ്മാനോട് മോശമായി റബ്ബിന് ഇഷ്ടമുണ്ടാവില്ല. എൻ്റെ അമ്മോശക്കാനോട് മോശമായി പെരുമാറൂല, റബ്ബിന് ഇഷ്ടമുണ്ടാവില്ല. എൻ്റെ അമ്മായിമാനോട് മോശമായി പെരുമാറൂല, റബ്ബിന് ഇഷ്ടമുണ്ടാവില്ല. എൻ്റെ പെണ്ണുങ്ങളോട് ഞാൻ മോശമായി പെരുമാറില്ല, റബ്ബിന് ഇഷ്ടമുണ്ടാവില്ല. എൻ്റെ ഭർത്താവിനോട് ഞാൻ മോശമായി പെരുമാറില്ല, എൻ്റെ റബ്ബിന് ഇഷ്ടമുണ്ടാവില്ല. എൻ്റെ കുട്ടികളുടെ ഞാൻ വിവേചനം കാണിക്കൂല, റബ്ബിന് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെ ആലോചിച്ചോക്കാം. മറ്റൊക്കെ പരിഹാരമുണ്ട്, ഇതിന് പരിഹാരമില്ല. മനസ്സിലായില്ലേ? ഈ കൊല്ലത്തെ നോമ്പിൻ്റെ ലാഭം അതാണ്. ഞാൻ ഈ 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം ഇവിടെ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സിലൊക്കെ പറഞ്ഞ കാര്യം ഞാനും നിങ്ങളും റബ്ബിനെ സ്നേഹിച്ച് പേടിക്കണം എന്നാണ്. 235 ക്ലാസ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലൊക്കെ തന്നെ പറഞ്ഞതും അള്ളാഹിനെ സ്നേഹിച്ച് പഠിക്കണം എന്നാണ്. 236 ക്ലാസ് അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് അതിലും പറയാം അള്ളാഹിനെ സ്നേഹിച്ച് പഠിക്കണം എന്നാണ്. സ്നേഹത്തിലുള്ളൊരു പേടി, പോലീസുകാരനോടുള്ള പേടിയല്ല, പെണ്ണുങ്ങളോടുള്ള പേടി. ഇഷ്ടപ്പെട്ട പെണ്ണുങ്ങൾ, അല്ലാതെ കണ്ണടപ്പിന് നടക്കാൻ തല്ലിയെറിഞ്ഞ പെണ്ണുങ്ങളല്ല. ഓളെ പിന്നെ പോലീസുകാരനെ പോലെ പേടി ഉണ്ടാവും, അത് വേറെ. ചിലപ്പോൾ പോലീസുകാരനെ പോലത്തെ പേടി പെണ്ണുങ്ങളുണ്ടാവും. എന്തുകൊണ്ട്? ഓളെ കയ്യിൽ നിന്ന് കൊണ്ട് പല കിട്ടിയതാണ്. എങ്കിൽ നമുക്കിഷ്ടപ്പെട്ട ഭാര്യ നമുക്ക് പേടിയാണ്. എന്തുകൊണ്ട്? ഓൾ പിണങ്ങിയാ കഴിഞ്ഞു. ഉമ്മാനെ പേടിയാണ്, എൻ്റെ ഉമ്മ പിണങ്ങിയാ കഴിഞ്ഞു. പാപ്പാനെ പേടിയാണ്, തല്ലല്ല കഴിഞ്ഞ പിണങ്ങിയാ കഴിഞ്ഞ്. ലോകാക്കട്ടെ. ആ പേടിണ്ടല്ലോ, ആ പേടി ആരെ പേടിക്കുക? അള്ളാനെ. സ്വർഗം നൽകുന്നതല്ല, അള്ളാൻ ഇഷ്ടമാണ്. പിന്നെ അതെന്താ തരും? എന്തൊരു ബേജാറാണ്, എന്തൊരു ബേജാറാണ്. റബ്ബിനെ ഇഷ്ടമാക്കുക, നിസ്കരിക്കണം, ബാങ്കൊടുത്ത നിസ്കരിക്കും. എന്തുകൊണ്ട്? എൻ്റെ റബ്ബിന് അതാണ് ഇഷ്ടം. തിരിച്ചു പറ നീ തിരിച്ചിങ്ങനെ പറയാം. ബാങ്കൊടുത്ത നിസ്കരിക്കും. എന്തേ? ഇത് സ്വർഗത്തിൽ ഉരുളിങ്ങളെ കിട്ടണം. ഇനിയിപ്പോൾ തൽക്കാലം ഞാൻ ഉരുളിങ്ങൾ വേണ്ട, ഉരുളിങ്ങൾ അതിനാവില്ല. നിങ്ങൾ സ്വർഗത്തിൽ ഉരുളിങ്ങളൊന്നും വേണ്ട, ഞാനിപ്പോൾ തൽക്കാലം നിസ്കരിക്കണ്ടേ. അതിനൊക്കെ മുമ്പൊരുത്തന്നെ ഒരു പരപ്പണി നടക്കുമ്പോൾ വാതിൽക്കട്ടില ചോദിച്ചു. ഒരു മുതലാളിൻ്റെ അടുത്ത് പോയി. വാതിൽക്കട്ടില അല്ല, ഒരു സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുതലാളിൻ്റെ അടുത്ത് പോയി. വേറെ മുതലാളിൻ്റെ പേര് പറഞ്ഞു. മറ്റോനെ എനിക്ക് വാതിൽക്കട്ടിൽ തന്നിട്ടുണ്ട്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തരണം. അപ്പോൾ ഈ മുതലാളിൻ്റെ തമാശക്കാരനാണ്. ഓൻ പറഞ്ഞ് ഓനെ സ്വർഗത്തിൽ വലിയ കൊട്ടാരം തന്നെ കിട്ടാൻ വലിയ പൂതിയ, അതുകൊണ്ടാണ് വാതിൽ കെട്ടില്ല. എനിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ കയറി കിട്ടിയാൽ മതി, അതുകൊണ്ട് ഇന്ത്യത്തിന് അതൊന്നും കിട്ടൂല. അങ്ങനെ വെച്ചോളൂ. അതേ സമയത്ത് റബ്ബ്, മനസ്സിലായോ? നമുക്ക് ഊരിൽ ഇങ്ങനെ കിട്ടാനും കള്ളിട്ടാനൊന്നുമല്ല. ഇതിനെപ്പോൾ സ്വർഗത്തിന് നിസ്കരിക്കണം, സ്വർഗത്തിൽ കള്ളിൻ്റെ പുഴയിൽ നീന്തണ്ട. ഞാൻ തൽക്കാലം നീന്തണില്ല. അങ്ങനെ വെച്ചോളൂ. നമ്മളീ പറഞ്ഞൊക്കെ പ്രതിവിധിയില്ലേ? പ്രതിവിധി ഇല്ലാത്തൊരു വിഷയം എന്തേ ഉള്ളൂ? അല്ലാഹു എന്തേ നിസ്കരിച്ചേ? എനിക്കെൻ്റെ റബ്ബിന് ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ നിസ്കരിക്കുകയാണ്. എനിക്കെൻ്റെ റബ്ബിനെ എൻ്റെ റബ്ബിനെ ഇഷ്ടമാണ്. പണി കഴിഞ്ഞാൽ ഒരുത്ത പൊരയൊക്കെ പായും, ഒരുത്ത അങ്ങാടി പറഞ്ഞ് സോറ പറഞ്ഞ് UDF LDF തല്ലും. തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് രാത്രി 9 മണിക്കേ പോകുള്ളൂ. മറ്റോ രണ്ടാളും ഒപ്പ കമ്പനി പണിയെടുക്കണേ. ഒരുത്ത പണിയാണ് കഴിഞ്ഞാൽ മോട്ടോർ സൈക്കിൾ കഴിഞ്ഞ് അസ്സലാമു അലൈക്കും, ഇത് വണ്ടി വിട്, കോളെ പേടിയല്ലേ? പേടിയാണ്. ആണുങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് ആണുങ്ങളെ മാതിരി ജീവിക്കണം. ഓളെ പേടിച്ചടക്കണം. ഓനൊന്നും മറുപടിയില്ല, പോവും. എന്തുകൊണ്ട്? ഓള് തെറ്റും. ഇതിന് ഈ കുലത്തിൽ നിസ്കരിച്ച് നോക്കാം. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നരകണ്ട്. നരകത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മരക്കളൊന്നും ഇങ്ങോട്ട് പൊരിച്ചിട്ട് പിന്നെ തിരിച്ചിട്ട് പൊരിച്ചു. അതൊന്നും ആലോചിക്കേണ്ട, ഉള്ള മാപ്പ് ചെയ്താൽ പോലെ പൊരിക്കുമായിരുന്നു. പക്ഷെ തൽക്കാലം 25,000 കരഞ്ഞുകൊണ്ട് ഇനി പൊരിക്കൂല. അങ്ങനെ ചൂടും. നിങ്ങളൊക്കെ എവിടുന്ന വരുന്നത്? അതൊന്നൊരു വിഷയങ്ങായി വിഷയം അല്ലാഹു ആണ്. അല്ലാഹു നമുക്ക് അല്ലാഹുവിനെ തരട്ടെ. അത്ര മതി. അത് പറഞ്ഞ മനസ്സിലായത്. ഇതിന് പരിഹാരമുണ്ടോ? ഇല്ല. അങ്ങോട്ട് നിസ്കരിക്കും. എന്ത്? എൻ്റെ റബ്ബിന് അതാണ് ഇഷ്ടം. സാധുവിനെ കണ്ടാൽ ഞാൻ കഴിയുന്നവർക്ക് സഹായിക്കും. എന്ത്? എൻ്റെ റബ്ബിന് അതാണ് ഇഷ്ടം. അത്രക്കൊരു സൗകര്യം പോലെ. അന്ന് എനിക്ക് വിഷയമില്ല. ഞാനായി സ്വർഗത്തില്ലാതെ നിൽക്കൂല. നിങ്ങളൊക്കെ സ്വർഗത്തിൽ ഞാനുണ്ടാവും എന്നോന് പറയാം. എന്തുകൊണ്ട്? എൻ്റെ റബ്ബിനെ ഇഷ്ടമാണ്, എനിക്കെൻ്റെ റബ്ബിനെ ഇഷ്ടമാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അവിടേക്ക് എത്തണം. അതന്നെ, അതാണ് സ്റ്റാൻഡ്. ഈമാൻ്റെ സ്റ്റാൻഡ്. ഈമാൻ്റെ സ്ഥാനത്ത് സ്റ്റാൻഡ് മഹബത്താണ്. ആരോടുള്ള ഇഷ്ടം? ഈമാൻ്റെ
കേറ്. ഈമാന്റെ അടിത്തറ എന്താ? സ്നേഹം. ആരോടുള്ള? അള്ളാഹിനോടുള്ള. അള്ളാഹിനെ ഒരാൾ ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അയാൾ കേട്ടിക്കൂല. സൗകര്യം കാണാനാണ്ട് കൊടുക്കും. എന്താ അള്ളാഹിനെ പറ്റി പറഞ്ഞു? മറ്റനെ വിളിച്ചു പോകും. അച്ഛൻ കേട്ടിക്കൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നോടൊരിക്കൽ ഓമശ്ശേരിക്കാരായ 1-2 ആളുകൾ ഒരു സംഭവം പറഞ്ഞു. പണ്ട് എന്തോ ഒരു പ്രശ്നകാലത്ത് ആരോ പറഞ്ഞ് പള്ളിയിൽ ഔദിൽ ഞങ്ങൾ ചാണകം കലക്കുന്നതാണ്. ഓമശ്ശേരിക്കാർ പറഞ്ഞ ഒരാളെ എനിക്കിപ്പോഴും അറിയാം. ഇത് പറഞ്ഞ ഒരാളെ പേരിപ്പോഴും അറിയാം. ഓമശ്ശേരിക്കാർ ഒരു 10 കൊല്ലം മുമ്പാണ്, 10 കൊല്ലം മുമ്പ് അങ്ങനെ സംസാരം മധ്യേ നമ്മളൊക്കെ അവസ്ഥ പറഞ്ഞുകൊണ്ട് പറയാണ്. ഒരാൾ പറയാം, 2 ആളുകൾ പറയാണ്, പള്ളിയിൽ ഔദിൽ ചാണകം കലക്കും എന്ന് കുറച്ച് ആളുകൾ പ്രശ്നം ഉണ്ടാക്കി. ഒരു പ്രശ്നകാലത്ത്, ഏതോ പ്രശ്നകാലത്ത്, ചിലപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്തോ എന്തോ ആട്ടെ, ഒരു പ്രശ്നകാലത്ത് അതറിഞ്ഞപ്പോൾ ശത്രുക്കൾ വന്നിട്ട് പള്ളിയിലെ ഔദിൽ ചാണകം കലക്കണം. അതും അറിഞ്ഞപ്പോൾ സ്ഥിരമായി ജമാഅത്തിന് വരുന്നൊരു കുറച്ച് ദിവസം ജമാഅത്തിന് തന്നെ വന്നില്ല. എന്തുകൊണ്ട്? അവിടെ പ്രശ്ന, ഞാൻ പോണില്ല. അങ്ങാടിയിൽ കുറച്ച് തമ്മാടികളുണ്ടായിരുന്നു. ഒരു പള്ളിക്ക് വന്ന് കുത്തിരുന്നു. അല്ല, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നമുക്കൊന്ന് കാണണം. ഇവരെന്തിനു വരൂല പറയടാ? ഇവർ ജമാഅത്തിനൊന്നും വരില്ല, പക്ഷെ അള്ളാഹുവിനവർക്ക് ഇഷ്ടമാണ്. ജമാഅത്തിന് വരുന്നവർക്ക് സ്വർഗ്ഗമാണ് ഇഷ്ടം. ആയിക്കോട്ടെ, എന്നാൽ പള്ളിയിലാവുന്ന ചാണകം കലക്കൊന്ന് കാണണം. കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകണില്ല. ഒരു പെരി പോകാതെ പള്ളിയുടെ ചെരുവ് പാർത്ത് 3 ദിവസം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ വരി. ഇവരെന്തല്ല പറയും, ഇവരെന്തല്ല, ഇവർ പള്ളിക്കൊന്നും വരാത്ത കോമാ. പക്ഷെ ഒരു കാര്യം ഇഷ്ടമാണ്, അതും ഇഷ്ടാണ്. കണ്ടോലെ മുഴുവൻ ആക്ഷേപിക്കണ്ട, അതും ഒരു ഇഷ്ടാണ്. അതല്ലേ ഇഷ്ടം. അതിനകത്ത് ജമാഅത്തൊന്നും ഒരു മോശമല്ല, പക്ഷെ അങ്ങനെയുണ്ടാവും. ഇവർക്ക് അത് അള്ളാന്റെ വീട്ടിൽ ചാണകം കലക്ക്, എന്നിട്ട് ഞങ്ങളിവിടെ ബാക്കിയത് ഞങ്ങളെ മയ്യത്തെടുത്ത് കളിക്കാൻ മതി. എന്തുകൊണ്ട് പറയാ? എന്തുകൊണ്ട്? പള്ളിയിലും മന്ദിരമൊന്നും അങ്ങനെ പോകാത്ത ഒരുത്തൻ എന്നോട് 10 കൊല്ലം അരീക്കോട്ടേര് പറഞ്ഞ സംഭവം. പള്ളിയിലും മന്ദിരമൊന്നും അങ്ങനെ പോകാത്ത ഒരുത്തനാണ്. എന്നിട്ട് ചായ കുടിക്കുക. അപ്പൊ അപ്പുറത്ത് ഒരാൾ ഇന്ന് ശിയാബുലങ്ങളെ വർത്താനം പറഞ്ഞ് ചീത്ത തുടങ്ങി. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്. അതിൽ ആരും ശ്രദ്ധിക്കാതെ എടുത്താൽ അപ്പുറത്ത് ചായ എടുക്കണ്ടു. ശിയാബുലങ്ങളെ 1-2 വർത്താനം ഇപ്പം അപ്പുറത്ത് പറഞ്ഞപ്പോഴത്തിന് കുടിക്കട കാളസും കൊണ്ട് ഓനോട് വന്ന് ഒന്നുകൂടി പറഞ്ഞു. എന്നെ വിചാരിച്ച് ഇത് തങ്ങളെ ചീത്ത. ഇതെന്താ ഇതിന് പേരെന്താ? ഈമാന്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഞങ്ങളെ രാഷ്ട്രീയക്കാരന് ഓനങ്ങനെ പറയുന്ന ആർക്കും വിചാരണനല്ല. പക്ഷെ എൻ്റെ കൽബിൽ ആരുണ്ട്? മുത്തനബിയുണ്ട്. മുത്തനബിന്റെ കുട്ടികളെ ആക്ഷേപിച്ചാൽ വിവരം അറിയും. വേറെ രണ്ട് പറഞ്ഞോ, ഇത് രാഷ്ട്രീയം പറഞ്ഞോ, മുത്തനബിന്റെ കുട്ടികളെ മേലെ തൊട്ടളിച്ചാൽ വെറുതെ വിടൂല. ഇതെന്താ പറയാൻ ചങ്ങായി? ഇതെന്താണ്? ഇത് ഈമാനാണോ? മോമിനിയങ്ങൾ നമ്മൾ പഠിച്ചിട്ട് അത് അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടമാണ്. അവിടേക്കാണ് എത്തേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹുവിന്റെ സ്വാലിഹ്യങ്ങളിലും മുത്തഖീങ്ങളിൽ നമ്മളെ ചേർത്ത് തരട്ടെ. എന്നെ അവിടേക്കാണ് എത്തണം. അവിടേക്ക് തീർച്ചപ്പെടും. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم وهب لي توبة فاغفر ذنوبي فإنك غافر ذنب العظيم إلهي لست للفردوس أهلا فهب لي توبة فاغفر ذنوبي فإنك غافر ذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر ذنب العظيم. توبة لكل. بسم الله الرحمن الرحيم. اللهم أنت ربي. قلبي وربك. اللهم أنت ربي لا إله إلا أنت خلقتني
وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم അല്ലാഹുവേ അൻത റബ്ബി നീയാണ് എൻ്റെ രക്ഷിതാവ് ലാ ഇലാഹ ഇല്ലാ അൻത നീയല്ലാതെ ഒരു ഇലാഹുമില്ല ഖലഖ്തനി നീയാണ് എന്നെ പടച്ചത് ഖലഖ്തനി നീയാണ് എന്നെ പടച്ചത് വഅന അബ്ദുക ഞാൻ നിന്റെ വടുവനാണ് ഞാൻ നിന്റെ ദാസനാണ് ഞാൻ നിന്റെ അടിമയാണ് വഅന അബ്ദുക വഅന അലാ അഹദിക വവഅദിക ഞാൻ നിന്നോടുള്ള കരാർ പാലിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ നിന്റെ വാഗ്ദത്തം എനിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലുമാണ് നീ നൽകിയ വാഗ്ദത്തം ലഭിക്കുമെന്ന പ്രതീക്ഷയിലുമാണ് എന്നോട് ഞാൻ കാവലിന് ചോദിക്കുകയാണ് മിൻ ശർരി മാ സനഅതു ഞാൻ തന്നെ എനിക്കെതിരെ ചെയ്തു കൂട്ടിയ തിന്മകളെല്ലാം ഞാൻ തന്നെ എനിക്കെതിരെ ചെയ്തു കൂട്ടിയ തിന്മകളെല്ലാം ആ തിന്മകൾ നിന്റെ കോടതിയിൽ എന്നെ ആക്രമിക്കുമെന്ന് നിന്റെ മഹ്ശറിൽ എന്നെ ആക്രമിക്കുമെന്ന് സിറാത്ത് പാലത്തിൽ ഞാൻ ചെയ്തു കൂട്ടിയ തിന്മകൾ എനിക്ക് അപകടമായി തീരുമെന്ന് ഞാനിതാ ഖേദിക്കുന്നു റബ്ബേ അതിൻ്റെ ശർറിനെ തൊട്ട് ഞാൻ ചെയ്തു കൂട്ടിയ തിന്മകൾ എന്നെ ഉപദ്രവിക്കുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക നിന്നോട് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു ബിനിഅമതിക അലയ്യ നീ എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങളെല്ലാം കൊണ്ടും നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെല്ലാം കൊണ്ടും ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു റബ്ബേ നീ അനുഗ്രഹങ്ങൾ എമ്പാടും എനിക്ക് ചെയ്തിട്ടുണ്ട് എന്നാൽ ആ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞാൻ നിനക്ക് ഇഷ്ടമില്ലാത്തതാണ് ചെയ്തത് എന്ന കാരണത്താൽ ഞാൻ നിന്നോട് ഖേദിച്ചു മടങ്ങുന്നു റബ്ബേ ഞാൻ എൻ്റെ കുറ്റങ്ങൾ കൊണ്ടും നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു റബ്ബേ ഞാൻ എൻ്റെ കുറ്റങ്ങൾ കൊണ്ടും നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു റബ്ബേ ഫഗ്ഫിർലി നീ എനിക്ക് പുറത്തു തരണമേ ഫഇന്നഹു എന്തെന്നാൽ ലാ യഗ്ഫിറു ദുനൂബ പുറത്തു തരുകയില്ല ഇല്ല അന്ത നീയല്ലാതെ ഒരാൾക്കും പുറത്തു തരാൻ യാതൊരു അധികാരവും ഇല്ല റബ്ബേ നീ എനിക്ക് മാപ്പ് ചെയ്യണമേ റബ്ബേ പറഞ്ഞ അർത്ഥങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ഒന്നുകൂടി അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വഅന അലാ അഹ്ദിക ഏതാണ് അഹ്ദ് അലസ്തു ബിറബ്ബിക്കും ഞങ്ങൾ റബ്ബല്ലേന്ന് ഒരു അഹ്ദ് ചെയ്തിട്ടുണ്ട് അലമുൽ അർവാഹി ഞങ്ങൾ റബ്ബല്ലേ ഞങ്ങൾ രക്ഷിതാവല്ലേ നിങ്ങൾ എനിക്കനുസരിച്ച് ജീവിക്കൂലേ പരമാവധി നോക്കുന്നുണ്ട് ചിലപ്പോൾ തെറ്റുന്നുണ്ട് ഒക്കെ പിന്നെ പറയുന്നുണ്ട് വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت إلهي لست للفردوس أهلا نار الجحيم فابلي توبة فاغفر ذنوبي فإنك غافر
ذنب العظيم إلهي لست للفردوس أهلا فهب لي توبة فاغفر ذنوبي ذنب العظيم إلهي لست. അതിൻ്റെ അർത്ഥം വെച്ചേരാ എന്നിട്ട് പിന്നെ ചെല്ലിയാൽ മതി. ഇലാഹി, എൻ്റെ ഇലാഹ്, എൻ്റെ രക്ഷിതാവായ എൻ്റെ ഇലാഹായ റബ്ബേ, ഇലാഹി ലസ്തു ഞാനല്ല ലിൽ ഫിർദൗസി നിന്റെ സ്വർഗത്തിന് അഹ്ലൻ ഒരു നിലക്കും അവകാശിയല്ല. ഞാൻ സ്വർഗത്തിന് അവകാശിയല്ല, അതിനുള്ള പണി എടുത്തിട്ടില്ല. എന്നാൽ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി, വലാ അഖ്വാ ഞാൻ ശക്തനുമല്ല അലാ നാരിൽ ജഹീമി നിന്റെ നരകത്തീ അനുഭവിക്കാൻ. അപ്പൊ ഒന്നുകൂടി ചൊല്ലി, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഞാൻ സ്വർഗത്തിന് അവകാശിയല്ല. അതാണ് അരവരി. അവസാനത്തെ അരവരിയോ, എന്നാൽ നരകത്തിൽ കിടക്കാനുള്ള ശക്തിയും എനിക്കില്ല. അടുത്ത വാക്ക് ഫഹ്ബിലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അളീം. പിന്നെ ആ പറഞ്ഞതിന് അർത്ഥം എന്താ? ഫഹ്ബിലി, അതുകൊണ്ട് നീ ഓശാരം തരണം. പഴയ കാലത്ത് ഉസ്താമാർ ഔദാര്യം തരുന്നാണ് ഓശാരം തരം എന്ന് പറയാം. ഫഹ്ബിലി, പക്ഷെ നീക്ക് ഓശാരം തരിക. ഓശാരം എന്ന് പറഞ്ഞാൽ നമുക്കൊരു അർഹത ഇല്ലാതെ തരുന്നതാണ് ഓശാരം തരിക. ഒരാൾക്ക് കൂലിപ്പണി എടുത്തു, മനസ്സിലായില്ലേ? അത് കൂലി കിടക്കണ നേരത്തോ അങ്ങനെ കളിക്കുകയാണെങ്കിൽ എന്താ പറയും? ദോശത്തിന് വന്നല്ല, പൈസ എടുക്ക്. ഓശാരത്തിന് വരികയാണെങ്കിൽ വന്നതാണെങ്കിൽ മുറ്റത്ത് ബെഞ്ചിൽ മുതലാളി ഇവിടെ ഇല്ല, മുതലാളി ആരോട് സംസാരിക്കണം, അവിടെ കുത്തിരിക്കും. കൂലിപ്പണി എടുത്തോ അവിടെ കുത്തിരിക്കൂല. മുതലാളി ആരോട് വർത്താനം പറഞ്ഞാൽ നിൽക്കണ്ട, പണിയെടുത്തതല്ലേ, കൂലി ആരാൻ പറയും. മനസ്സിലായില്ലേ? കൂലിപ്പണി ഓശാരല്ല, നമ്മൾ കൂലിപ്പണി എടുത്തിട്ടില്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പോൾ ഫഹബിലി, നീ എനിക്ക് ഓശാരം തരണം. ഫഹബിലി തൗബതൻ, തൗബക്കും ഞാൻ അറിയാനല്ല, ഈ മാപ്പാക്കണം ഞാൻ അറിയാനല്ല, അതും ഓശാരം തരണം. പിന്നെ ഫഗ്ഫിർ ദുനൂബി എന്റെ ദോഷങ്ങളെ നീ പുറത്തു തരികയും വേണം. പിന്നെ പറയാം ഫഇന്നക ഗാഫിറുൽ ദംബിൽ അളീം, ഏത് മഹാകുറ്റവും നീ പുറത്തു കൊടുക്കുന്നവനല്ലേ. ഞാൻ മോശമാണ്, ശൈജ് മഹാനല്ലേ, ഇയാൾക്കും പുറത്തു കൊടുക്കുന്നല്ലേ. അപ്പൊ ഞാൻ തമക്കി ഇലാഹി, ഞാൻ മനസ്സറിഞ്ഞല്ലേ ഇതന്നെ. അപ്പൊ കൽബ് പൊട്ടും, പിന്നെ കണ്ണീരുണ്ടാവും. അവിടെ കണ്ണീര്, അത് മാഷ് തല്ലുന്നുള്ള പേടിയല്ല. 100 വട്ടം വന്ന് മാഷ് പഠിപ്പിച്ചു, പിന്നെ പെരേക്ക് വിളിച്ചു. പിന്നെ മാഷ് സ്കൂളിൽ പോയപ്പോൾ നേരത്തെ ഇവിടെ കയറി എനിക്ക് ഇന്നലെ പഠിപ്പിച്ച ചെറിയ ഏരിയകൾ പിന്നെ പേവുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാമെന്നുണ്ട്. മാഷ് അരമണിക്കൂർ വന്ന് നമ്മളെ സ്കൂളിൽ പഠിപ്പിച്ചു. എന്നിട്ട് പരീക്ഷ എഴുതിയപ്പോൾ നമ്മൾ തോറ്റു. പിന്നെ മാഷ് നാടോടനല്ലേ, കാരണം അത്രയും സ്നേഹതിഥിയായ മാഷ് പറഞ്ഞത് വരെ ഒന്നും ശ്രദ്ധിക്കാതെ ഒരു അന്തമില്ലാതെ പരീക്ഷ എഴുതി. സ്കൂളിൽ പഠിപ്പിക്കലും പരീക്ഷ കഴിഞ്ഞ് തല്ലലും ആണെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല. മറ്റു ഭയങ്കര മാഷാണ് കരിയ, ഇത് തോറ്റ മാഷ് കരിയും. കാരണം മാഷിന് അത്ര ഇഷ്ടമാണ് നിന്നെ, അതിൻ്റെ അപ്പുറമാണ് റബ്ബിന് ഇഷ്ടം. അതാണ് ഈ വരിയൊക്കെ. റബ്ബിന് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്കും റബ്ബിന് ഇഷ്ടമാകണം. റബ്ബിന് ഭയങ്കര ഇഷ്ടമാണ്. എടാ, ഞാനൊരു രഹസ്യം പറഞ്ഞിട്ട്, ഒരു മനുഷ്യൻ നരകത്ത് കിടക്കാൻ ഭയങ്കര പ്രയാസം. ഞാനെൻ്റെ ആയുസ് പഠിച്ച ഏറ്റവും വലിയ പാഠം, ഒരു മനുഷ്യൻ നരകത്ത് കിടക്കൽ ഭയങ്കര പ്രയാസം. കാരണം അത്രയും കരുണയുള്ള 100 കൊല്ലം കള്ളു കുടിച്ചിട്ട് മരിക്കണീൻ്റെ 1 സെക്കൻഡ് മുമ്പ് അപ്പാക്കണിട്ട് പറഞ്ഞാൽ മതി, അതും ചെയ്യാത്തവനെ നരകം കൊടുക്കുള്ളൂ. അപ്പോൾ എൻ്റെ കരുണ എത്രയാ നിങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കണ്ട. അത് പറയാനിപ്പോൾ ഞാൻ അഹങ്കരിച്ചു. അപ്പേ പ്രശ്നേ ജിന്നെ ഒഴിവാക്കരുതേ, ആയിക്കോട്ടെ. ഭയങ്കര സ്നേഹമാണ്. ഒരാള് നരകത്ത് കിടക്കണം ഭയങ്കര പ്രയാസമാണ്. എളുപ്പത്തിൽ കിടക്കണം സ്ഥലം ഏതാ? എളുപ്പത്തിൽ കിടക്കണം സ്ഥലം ഏതാണ്? പറയടോ, സ്വർഗം. അതിന് ഒന്നും വേണ്ട, കരഞ്ഞാൽ മതി. ആരെ മുന്നിൽ? അതും കരിയില്ല. അപ്പം ഞാൻ ചൊല്ലി ഇല്ല, ഇത് കരയേണ്ട ബെയ്ത്താ. ഇത് ചൊല്ലിയിട്ട് നട്ടപ്പാതിരക്ക് ഇത് കരിയ.
ഇലാഹി ലസ്തുലിൽ തന്നെ തൗബ ഇലാഹി ലസ്തുലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാല നാരിൽ ജഹീമി ഫഹ്ബലി തൗബതൻ فاغفر ذنوبي فإنك غافر ذنب العظيم إلهي لست للفردوس أهلا فهب لي توبة فاغفر ذنوبي فإنك غافر ذنب العظيم إلهي لست ولا أقوى على نار الجحيم فإنك غافر ذنب العظيم